നാച്ചുറലായി ഐബ്രോസ് വരയ്ക്കാൻ ഈ കാണുന്ന സിമ്പിൾ ഐലൈനർ മാത്രം മതി. ആദ്യം തന്നെ ബ്രഷിലുള്ള എക്സസ് പ്രോഡക്റ്റ് ഒക്കെ തന്നെ ഇതുപോലെ ക്ലിയർ ആക്കി എടുക്കാം. എന്നിട്ട് ഇതേപോലെ നമ്മുടെ ഐബ്രോസിനെ ഔട്ട്ലൈൻ ചെയ്ത് കൊടുക്കാം. നമ്മുടെ ഐബ്രോസ് ശ്രദ്ധിച്ച ഒരു കാര്യം മനസ്സിലാവും, അതിലുള്ള ഹെയർ പല സ്ഥലത്തും പല ഡയറക്ഷനിലോട്ടാണുള്ളത്. സ്റ്റാർട്ടിംഗ് പോർഷനിലാണെങ്കിൽ ഹെയർ ഗ്രോത്ത് ഡയറക്ഷൻ മേലോട്ടേക്കും, അത് പുറത്തോട്ടേക്ക് പോകുന്തോറും ഡയറക്ഷൻ മാറി താഴോട്ടേക്കായിട്ട് പോകുന്നത് കാണാം. അപ്പോൾ നമ്മൾ ഐബ്രോസ് വരയ്ക്കുമ്പോൾ ആ ഡയറക്ഷനിലോട്ട് വേണം സ്ട്രോക്സ് കൊടുക്കാൻ. മിഡിൽ പോർഷനിൽ നിന്ന് വരച്ചു തുടങ്ങുന്നതായിരിക്കും ഏറ്റവും നല്ലത്. മിഡിൽ പോർഷനിൽ നമ്മൾ ഔട്ടർ പാർട്ടിലോട്ടേക്ക് വരിക, എന്നിട്ട് മാത്രം നമ്മൾ സ്റ്റാർട്ടിംഗ് പോർഷനിലോട്ടേക്ക് പോയാൽ മതി. ഐബ്രോസ് കട്ടിയിൽ എഴുതി ശീലമുള്ള ആൾക്കാരാണെങ്കിൽ ഈ പറഞ്ഞ മിഡിൽ ടു ഔട്ടർ പോർഷൻ ഡാർക്കായിട്ട് എഴുതുന്നതായിരിക്കും നല്ലത്. അല്ലാതെ ഐബ്രോസിന്റെ ഫസ്റ്റ് പോർഷനിൽ നമ്മൾ ഡാർക്കൻ ചെയ്ത് വരച്ചാൽ അത് അധികം ബോറായിട്ട് ഫീൽ ചെയ്യും. അതുകൊണ്ട് സ്റ്റാർട്ടിംഗ് പോർഷനിൽ മിനിമം സ്ട്രോക്സ് മാത്രം കൊടുക്കാൻ ശ്രദ്ധിക്കുക. വീതി കുറഞ്ഞ ഐബ്രോസ് ഉള്ളവർക്ക് കട്ടിയിൽ എഴുതിയാൽ നന്നായിരിക്കും. പക്ഷേ ബ്രോഡായിട്ട് പരന്ന് കിടക്കുന്ന ഐബ്രോസ് ഉള്ളവർ കട്ടി കുറച്ച് എഴുതുന്നതായിരിക്കും നന്നാവുക, അല്ലെങ്കിൽ രാക്ഷസ രൂപം പോലെ ഉണ്ടാവുക എഴുതി കഴിഞ്ഞാൽ. മിക്കവരുടെയും ഐബ്രോസിൽ ഒരെണ്ണം മറ്റേതിൽ നിന്നും ഡിഫറെൻ്റ് ആയിട്ടാണ് ഉണ്ടാവുക. അതുകൊണ്ട് നമ്മൾ ഔട്ട്ലൈൻ കൊടുക്കുമ്പോൾ ഏകദേശം രണ്ട് ഷേപ്പും ഈക്വൽ ആയിട്ട് വരുന്ന രീതിയിൽ വരച്ചു കൊടുക്കാം. ഇത്രയും സിമ്പിളായിട്ട് തന്നെ നമുക്ക് വെറും ഒരു ഐലൈനർ വെച്ചിട്ട് നമുക്ക് നമ്മുടെ ഐബ്രോസ് നല്ല നാച്ചുറൽ ലുക്കിൽ വരച്ചെടുക്കാം. ആകെ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ ആ ഐലൈനറിൻ്റെ ആ ഒരു ബ്രഷിൽ മിനിമം പ്രോഡക്റ്റ് മാത്രമേ ഉണ്ടാവാൻ പാടുള്ളൂ. കണ്ടോ, രണ്ടും അടിപൊളിയായി വന്നിട്ടില്ല. നിങ്ങൾ വരച്ച ഓരോ സ്ട്രോക്കും ഐബ്രോയിലെ ഹെയർ തന്നെയാണെന്നേ തോന്നുള്ളൂ. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇതുപോലെ ഒന്ന് വരച്ചു നോക്കൂ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ കാണുന്നവരെ ടാറ്റ.